പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദൈവവേദനെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരസ്വ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവനാരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥാ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ചുണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്, നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷേ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിൻ്റെ ഏറ്റവും ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളിപ്പോൾ എന്തെല്ലാം, ഇപ്പം കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ, ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിൻ്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ്. പക്ഷേ എൻ്റെ ടോക്കനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മരിയൻ എന്താ? ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാനും അമ്മയായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതണത്. അല്ല 2 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടത്തില്ലല്ലോ. ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്തു മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, പറയേണ്ട സമയത്ത് വീണ്ടും പറയും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട്. എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ. അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ല, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, ആ 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനിയാണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് തീഷ്ണമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ, അഭിഷേകമുള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ആണ് ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സത്യക്കേട് കാണിക്കരുത്. അപ്പോൾ ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം,
അപ്പോൾ കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരുടെ കല്യാണം, കാനഡയിലാണ് കല്യാണം കഴിച്ചത്, അതാ PR ആണോ കല്യാണം കഴിച്ചത്? എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റടക്ക് പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. ഒരു മാർഗ്ഗമില്ല കാര്യത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പ് കൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ടി പൊഴിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. എന്ത് കാര്യം, ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും കേട്ട് വരുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊലിച്ച് കാണുമ്പോഴേ നമുക്ക് വിഷമം വരും ശരിക്കും. അപ്പോൾ അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കണത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു സഭ കൈമാറി തന്ന ക്രിസ്തു അനുഭവം, ഈ അനുഭവത്തിലേക്ക് പോകുന്നവ ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോം എന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും. അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത്. ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവൻ്റെ പാഷനായി, സങ്കടമായി, വേഗം കണ്ട കാലമായി. ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗം കണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പെൺകൊച്ചിനെ കണ്ട്, അവൾ 16 പ്രാവശ്യം മൊഡ്യൂളെടുത്ത്, ജർമ്മൻ 2 മൊഡ്യൂൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ എന്നെ കണ്ണടപ്പം തന്നെ കുഞ്ഞു നിലക്ക് നിലവിളിക്കുക. പാഷനാണ്. നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും. പക്ഷെ ആ പാഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം എന്നിലൂടെ പൂർത്തിയാകുന്നു. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ എന്ന പോരായ്മ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അടിപൊളിയാണത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിലൊന്നാണിത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട്. അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളുടെ കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യണത്. അതിനെ എന്താ പറയണത്, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പം ഞാൻ ക്രിസ്തുവിനോട് സഹിക്കുകയാണ് ശരിക്കും പറയണത്. അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവരെന്താ ചെയ്യണത്, ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുണ്ട്. 2 തിമോത്തി 2:12 നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. അപ്പം അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന് ഇത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമല്ലേ. അപ്പം ജനങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് നമ്മളെ അനുഭവത്തിൽ ജനങ്ങൾ പലതും പറയും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ വിഡ്ഢിത്തരങ്ങളും ആയിരിക്കും അത്. മറിച്ച് നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു, നമ്മുടെ ക്രിസ്തു, നിൻ്റെ സ്വന്തം ക്രിസ്തു. അതൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ 1-ാം സ്ഥാനത്ത് എത്താൻ നോക്കണം. കാര്യം അറിവിൽ വളരുക. 2:10-3:18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും വളരുവിൻ. അപ്പം ഈ 5 പേരുടെ വീട്ടിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ
നീ കർത്താവിനോട് ആഭിമുഖ്യം ഉള്ള ആളെന്ന രീതിയിൽ അറിവിൽ വളരണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്നലെ കിട്ടിയ അറിവായിരിക്കത്തില്ല ഇന്ന് കിട്ടുന്ന അറിവ്. അപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞില്ലേ, അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവിലും വളർന്നുകൊണ്ട് ഉത്തരം കൊടുക്കണം. അമ്മയുടെ ഈ അൽത്താരയിൽ കയറി നിൽക്കുവാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് അജിത, ഞാൻ വയലാറിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. 2018 ഒക്ടോബർ മാസം മുതലാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വളരെയധികം മാനസിക അസ്വാസ്ഥ്യത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ അമ്മയുടെ സഹോദരിയാണ് ഈ കൃപാസനം അൽത്താരയിൽ എന്നെ കൊണ്ടുവന്നത്. അന്നു തൊട്ട് ഇന്ന് വരെയും വളരെയധികം ചിട്ടയോടും ഈ ഉടമ്പടി ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അണുവിട പോലും തെറ്റാതെയാണ് ഞാൻ മുന്നോട്ട് ഉടമ്പടി ജീവിതം കൊണ്ടുപോകുന്നത്. ഇന്ന് അമ്മയും എൻ്റെ തിരുകുമാരനും എനിക്ക് ഒരുപാട് ശക്തിയും ബലവും തരുന്നുണ്ട്. ഈ ജീവിതത്തിലും നിത്യതയിലും അമ്മയും തിരുകുമാരനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെന്ന് പറയാൻ, ഒന്നാമതായി ഞാൻ വലിയൊരു വാഹന അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അത് എറണാകുളത്ത് നിന്ന് കത്രിക്കടവിലുള്ള ബസ്സിന് ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ വന്നിറങ്ങുന്ന സമയത്ത് എൻ്റെ സാരി ഫുട്ബോർഡിൽ ഉടക്കി ഞാൻ വീഴേണ്ട ഒരു സാഹചര്യം, ബസ് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ ഓട്ടോ സ്റ്റാൻഡായിരുന്നു. അവർ കൊട്ടി ബഹളം വെച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ബസ് നിർത്തിയത്. എപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കാശ് രൂപം ഞാൻ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഞാനത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞാൻ എപ്പോഴും യാത്ര പോകുന്നത്. അപ്പം ആ വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ആ ബസ് ഓടിപ്പോയ സമയത്ത് ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട, ഞാൻ അവിടെ ആരുമില്ല, ഓട്ടോ സ്റ്റാൻഡോ ആരുമില്ലാത്തൊരു സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങേണ്ടത്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു അവിടെ ഇറങ്ങണ്ട, ഇപ്പറേ ഇറങ്ങൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. അപ്പം അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഞാൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കാരണം എൻ്റെ അമ്മയെ എന്നും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും തൈലവും ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്നും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഒത്തിരി ഇവിടെ നിൽക്കുന്ന ആ രൂപം തന്നെ എൻ്റെ മെഴുകുതിരിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെൻ്റെ ഫോണിലുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട്, എൻ്റെ ഈ കുഞ്ഞ് 3 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അന്ന് വെറും 27 വയസ്സ് കഴിഞ്ഞ് എനിക്ക് വളരെയധികം ദുഃഖത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഒന്നുമില്ല. കാരണം എൻ്റെ അമ്മയും തിരുകുമാരനും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു 100 പേര് എൻ്റെ ചുറ്റിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും അതുപോലുള്ള ബലവുമാണ് എനിക്ക് തരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മതിലകത്ത് ലെപ്രസി വാർഡിൽ 15 അമ്മമാരുണ്ട്. അവരെ എല്ലാ മാസവും ഞാൻ കാണാൻ പോവുകയും അവർക്ക് വേണ്ടുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന ഭക്ഷണം വാങ്ങിച്ച് ഞാൻ കൊടുക്കുകയും അമ്മമാർക്ക് എല്ലാ മാസവും ഇവിടുത്തെ ഉപ്പ്, തേന് ഇതൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. കുറേ സമയം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ പോരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി 2 വർഷമാകുമ്പോൾ എനിക്ക് 15 അമ്മമാരെയാണ് എനിക്ക് ഒരേപോലെ കിട്ടിയിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയും എല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പത്രവിതരണം ചെയ്യുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിലാണ്. ഞാൻ അവിടെ ഓരോരുത്തരെയും പോയി സന്ദർശിക്കുകയും അവരുടെ രോഗത്തിൻ്റെ അവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ ഫോൺ നമ്പർ, അവരുടെ സ്ഥലം ഇതെല്ലാം ഞാൻ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോന്നിട്ട് രാവിലെ 5:30-ക്കുള്ള പ്രാർത്ഥനയിലും അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും ഞാൻ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്.
അവർ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇന്നും ഞാൻ കാഞ്ഞിരമുറ്റത്തുള്ള ഒരു സഹോദരിയെ ഉടമ്പടി എടുപ്പിക്കാൻ വന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളിലും മാതാവും തിരുകുമാരനുമാണ് എനിക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ധൈര്യവും എനിക്ക് തരുന്നത്. ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ഒരു വചനമെങ്കിലും ഞാൻ ദിവസവും പലവട്ടം ഉരുവിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നതും. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവൾക്ക് പറയാൻ കൊടുക്കുകയാണ്. ആദ്യം തന്നെ അമ്മയുടെ അൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അമ്മയ്ക്കും തിരുകുമാരനും. എൻ്റെ പേര് അഖിന. ഞാൻ 2025 ജൂൺ മാസമാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു വലിയ അനുഗ്രഹം കിട്ടിയിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയിരുന്നു. ആ സമയത്ത് മൈഗ്രെയിൻ എന്ന തലവേദന കൊണ്ട് ഞാൻ 10 വർഷമായി ബുദ്ധിമുട്ടുകയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഈ ഉറക്കമില്ലായ്മയെല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നും പറയുമായിരുന്നു ജോസഫച്ചൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന്. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുത്ത് സമാധാനം കണ്ടെത്തുക അങ്ങനെയായിരുന്നു. ഒരു ദിവസം അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സ്വിച്ചിട്ട പോലെ ഈ വേദന നിൽക്കുമായിരുന്നു. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഈ തലവേദന കൊണ്ട്. കുറേ നാളായിട്ട് തലവേദന കാണാതെ വന്നപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ്, അമ്മ ഞാനൊരു കുറച്ച് ചോക്ലേറ്റ് കഴിച്ച് നോക്കുവാണ്, ഞാൻ പരീക്ഷിക്കുമല്ല, എനിക്കൊരു ഉറപ്പിന് വേണ്ടിയാന്ന് പറഞ്ഞ്. സാധാരണ ഞാൻ ചോക്ലേറ്റൊക്കെ കഴിക്കുമ്പോഴത്തേനും എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റാത്ത സാഹചര്യം, BP ലോയാകുക അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് ഞാൻ എത്ര കഴിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അത്രയും വർഷങ്ങൾക്ക് ശേഷം ആസ്വദിച്ച് കഴിക്കുന്ന പോലെയായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഞാൻ കഴിച്ചു നോക്കി. ഇന്ന് 2.5 വർഷമാകുന്നു എനിക്കൊരു ചെറിയ തലവേദന പോലും വരാറില്ല എന്നുള്ളതാണ് സത്യം. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കാറുണ്ട് ഒരുപാട്, എന്നാലും എനിക്കൊരു ചെറിയ തലവേദന പോലും വരാറില്ല. അതിന് ഞാൻ അമ്മയോടും തിരുകുമാരനോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. കൂടാതെ ഞാൻ വിദേശത്തേക്ക് പോകാൻ ഒരുപാട് നാളായി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഞാൻ വെച്ചൊരു നിയോഗം അതുകൂടെ ആയിരുന്നു. ഒരു 60 പേരോളം അടങ്ങിയ ഇൻ്റർവ്യൂവിൽ എനിക്ക് 4ാമത് വരാൻ സാധിച്ചു. ഈ മാസം 6-ാം തീയതി ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പോഴാണ് യുദ്ധങ്ങളെല്ലാം തുടങ്ങിയത്. എന്നെ അതിൽ നിന്നും സംരക്ഷിച്ച് അമ്മയും ഈശോപ്പനുമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇത്രയൊക്കെ സാധിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും മാതാവും തിരുകുമാരനും എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ടെൻഷനായിട്ട് വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനത്തോടെ ഇരിക്കാം. അവിടെ നിന്നുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ പറയുന്നു ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്ന്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മാതാവും തിരുകുമാരനും എന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയതാണെന്ന്. അടുത്തൊരു നല്ല ഡേറ്റിന് വേണ്ടി ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഇരുന്ന് അമ്മയോടും തിരുകുമാരനോടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറയാനായിട്ട് ഈ അമ്മയുടെ ഈ അൾത്താരയിൽ 2018 തൊട്ട് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ദൈവാനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അൾത്താരയിൽ കയറി നിൽക്കാനുള്ള ആ ഒരു കൃപ കിട്ടിയത് ഇപ്പോഴാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മേ എൻ്റെ ഇഷ്ടമല്ല യേശുവപ്പ, അവിടുത്തെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഞാൻ ഒന്നിനും വാശി പിടിക്കില്ല. എപ്പോഴാണ് തരാനായിട്ട് ഇഷ്ടം തോന്നുന്നത് അതെല്ലാം ആ സമയത്ത് മതി. പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഒരിക്കൽ പോലും ഇന്നേ വരെ ഞാനൊരു കുറ്റം പറയാനോ ഒരു പ്രാർത്ഥിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ എനിക്ക് ഇവിടം വരെ എത്തിക്കാനായിട്ട് സാധിച്ചത്. ഈ അമ്മയുടെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഇന്ന് എനിക്ക് വേദി ഒരുക്കി തന്ന എൻ്റെ അമ്മയോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനം. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്.
നാം 100 മേനി വിളവ് കൊയ്യുന്നവരായി വളരാൻ വേണ്ടിയാണ്, ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വലിയ ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനാ പദ്ധതി നൽകിയിരിക്കുന്നത്. അജിത എന്ന അമ്മയും അഖിന എന്ന ഈ മകളും ഇവിടെ വന്ന് ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങൾക്കും അവർക്ക് ആദ്യമായി ഈ അൾത്താരയിലേക്ക് കയറുവന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈശോയ്ക്കും സ്വർഗത്തിനും നന്ദി പറയുവാൻ ലഭിച്ച വലിയ ഭാഗ്യത്തിനും അനുഗ്രഹത്തിനും അവർ നന്ദി പറയുകയാണ്. ഒരു ആക്സിഡൻറ്റ് മൂലം ഈ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ഈശോയുടെ വലിയ സംരക്ഷണവും നൽകിയതിനെക്കുറിച്ചാണ് അമ്മ ആദ്യം പറഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സങ്കടം ബാക്കി നിൽക്കാമായിരുന്ന ഒരവസ്ഥയിലേക്ക് അമ്മ കടന്നു പോകാതെ നാം 23-ാം സങ്കീർത്തനത്തിൽ 4-ാം തിരുവചനം വായിക്കുന്നത് പോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ഈ അജിതയുടെ വലിയ ഉറപ്പാണ് ഈ ഉടമ്പടി എന്നത്. വലിയ ആ ദണ്ട് തന്നെ വലിയൊരു ഉറപ്പാണ്. യാതൊരു അപകടവും കൂടാതെ പരിശുദ്ധ അമ്മയുടെ ആ ദിവ്യ കാശുരൂപം ധരിച്ചിരുന്നുകൊണ്ട് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ആ സംരക്ഷണയിൽ, നേർച്ച വസ്തുക്കളുടെ സംരക്ഷണയിൽ ഈ മകൾക്ക് യാതൊരു അപകടവും കൂടാതെ ഇന്ന് ഈ അൾത്താരയിൽ കയറി ഇന്ന് ദൈവനാമം മഹത്വപ്പെടുത്താൻ സാധിച്ചതിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മകൾ അഖിനയെ വളർത്തുവാനും ദൈവവിശ്വാസത്തിൽ വളർത്തുവാനും തൻ്റെ ഉടമ്പടി ജീവിതം വളരെ കൃത്യമായി പാലിക്കുവാനുമുള്ള മകൾക്കത് പകർന്നു കൊടുക്കുവാനും മകളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ മാത്രം തൻ്റെ ജീവിതം വളരെ നന്നായി മുന്നോട്ട് വയ്ക്കുവാനുള്ള കൃപ ലഭിച്ചതിനും കൂടിയാണ് നന്ദി പറയുന്നത്. മകൾക്ക് 10 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ പെട്ടെന്നൊരു സ്വിച്ചിട്ടതുപോലെ ഒരു സുപ്രഭാതത്തിൽ അതില്ലാതായപ്പോൾ ഈ മകൾ ഒരു പരീക്ഷണാർത്ഥം ഇനി എനിക്കിത് വരുമോ എന്ന് പരീക്ഷിച്ചപ്പോഴും മകൾ ചോക്ലേറ്റ് BP കൂടുമോ എന്നെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴും ഈശോ തൊട്ട ഒരസുഖം ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നാണ് ഈ മകൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിയിലൂടെ മകൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയുടെ വഴി തുറന്നിട്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ പ്രാർത്ഥനയാണ്. ഉടമ്പടി ഉടൻ പരിഹാരമാണ്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളും നിത്യതയോളം നമുക്ക് ഈശോ കൊണ്ടു നടക്കുന്ന, ഈശോ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന, നടത്തുന്ന ഒരു പദ്ധതിയിലേക്ക് നാം വിളിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. അജിതയ്ക്ക് ഇനി ഒന്നിനും പരാതികളില്ല. ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി എനിക്കൊന്നിനും പരാതിയില്ല. കാരണം ഈശോ എന്നെ സംരക്ഷിക്കും, ഈശോ എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന് മടി കൂടാതെ ഏതൊരു ലോകത്തിനു മുൻപിൽ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അജിതയ്ക്കും അഖിനയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ്. പേര് മിനി. ഞാൻ കുറവിലങ്ങാട്ട് നിന്ന് വരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഈ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവസരം തന്നതിന് 1000 നന്ദി ഞാൻ ആദ്യമായി അർപ്പിക്കുന്നു. ഞാനിവിടെ കഴിഞ്ഞ വർഷം ജാനുവരിയിലാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പല രോഗപീഠകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. തൈറോയ്ഡ് ഇഷ്യൂവിന് സർജറി ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ സർജറിക്ക് മുമ്പാട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ പേരൻസ് പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ വരുവാനായിട്ട് സാധിച്ചില്ല. സർജറി കഴിഞ്ഞു. ജാനുവരി എൻഡ് ആയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എങ്കിലും ഞാൻ പൂർണ്ണമായി ഉടമ്പടിയിൽ തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നു. അവിടുത്തെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവിടെ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുകയാണ്, നീ സർജറി ചെയ്തെങ്കിലും നിനക്ക് ഇനി ഒരു വലിയ മുഴയും ഒരു ചെറിയ മുഴയും കൂടെ നിൻ്റെ തൊണ്ടയിലുണ്ടെന്ന്. അപ്പോൾ തന്നെ എനിക്ക് ഞാൻ അപ്സെറ്റായിപ്പോയി. എങ്കിലും ഞാൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എന്നും ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, എല്ലാ ഉടമ്പടി ക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഞാൻ തുടർന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ നിനക്ക് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ 2 മാസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ആ 2 മാസം കഴിഞ്ഞ് ഞാൻ അടുത്ത സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അമ്മേ മാതാവേ, എന്നെ കൈവിടലേ, ഇനിയൊരു സർജറി ചെയ്യുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നു. സ്കാൻ കഴിഞ്ഞു വന്നു.
അപ്പോൾ അവർ പറയാണ് ഒരു സീറ്റും കൂടെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. സീറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നു, ഈ അൾട്രാസൗണ്ടിൽ പറഞ്ഞതുപോലെ CT സ്കാനിൽ ഒന്നും കാണുന്നില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, അമ്മേ നന്ദി, അമ്മേ സ്തുതിയും. എന്നിരുന്നാലും എനിക്ക് പലവിധ രോഗപ്രശ്നങ്ങൾ ഈ സർജറി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കാൽസ്യത്തിൻ്റെ വേരിയേഷൻ അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഈ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ഇവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി. ഇവിടുത്തെ ഡോക്ടറാണ്, ഇവിടെ എറണാകുളത്തുള്ള ലിസിയിലുള്ള ഡോക്ടറാണ് എന്നെ സർജറി ചെയ്തത്. അപ്പോൾ ആ ഡോക്ടറെ കണ്ടൊന്നുകൂടെ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു ഫുൾ ബോഡി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 21 ദിവസം തൈറോക്സിൻ കഴിക്കാതെ ഒരു ഫുൾ ബോഡി സ്കാനിന് വിധേയമായി. 2 ദിവസം മുമ്പാണ് ഞാൻ സ്കാൻ ചെയ്തത്. ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിൻ്റെ അംശമോ ഒരു കുഴപ്പമോ ഒരു മുഴയോ ഒരു സിസ്റ്റോ ഒന്നുമില്ല. അമ്മയ്ക്ക് മാതാവിനും 1000 കോടി ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മേ മാതാവേ, അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് 1000 ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ആ മാസം മുതൽ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാസത്തിൽ കിട്ടുന്ന ഒരു വിഹിതം ഞാൻ പാപങ്ങൾക്കായി എല്ലാ മാസവും അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നീട് എന്നോട് എക്സ്ട്രാ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും സഹായം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ കഴിയാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുക. അതാണ് എനിക്ക് കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ പത്രം ഇവിടുന്ന് ഞാൻ ആദ്യമായി വാങ്ങിച്ചത് എനിക്ക് വലിയ ഇതായിട്ട് കൊടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. ഇപ്പം ഞാൻ പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ആത്മീയമായി കൂടുതൽ വളരുവാൻ എന്നെ സഹായിച്ചു കർത്താവ്. ഞാൻ ബൈബിളൊന്നും അങ്ങനെ ഒത്തിരി വായിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. കൊന്ത ചെല്ലും, എന്നാലും ഒത്തിരി അങ്ങനെ ആഴത്തിൽ ചെല്ലാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ എടുത്ത് അന്ന് മുതൽ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കുവാനും കൂടുതലായി ആത്മീയമായി വളരാൻ എന്നെ ഒത്തിരി സഹായിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 കോടി നന്ദി. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, അമ്മേ മാതാവേ നന്ദി. സങ്കീർത്തനങ്ങൾ 120:1. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. മിനി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി തൈറോയ്ഡ് രോഗവിഷയവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഓപ്പറേഷന് ശേഷം മുഴകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും അത് കൂടുതൽ ക്ലേശകരമായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുവെന്ന അറിവും മെഡിക്കലി അതിൻ്റെ പരിശോധനകളും ആവശ്യപ്പെടുമ്പോഴാണ് അമ്മയുടെ കരങ്ങളിൽ ആ രോഗവിഷയങ്ങൾ മുഴുവനും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി നേർത്തവസ്തുക്കളുടെ ഉടമ്പടി തൈലത്തിൻ്റെ സവിശേഷമായ ശക്തിയാൽ ആ രോഗക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ആരോഗ്യം ലഭിക്കുകയും മെഡിക്കലി അത് സ്കാനിങ്ങിലൂടെ പ്രൂവൺ ചെയ്യുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും നമ്മൾ ആകെ തകരുന്നു, നമ്മുടെ രോഗക്ലേശങ്ങളാൽ ആകെ വലയുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി അമ്മ മാതാവ് ഈശോയോട് വലിയ അതിശക്തമായ മാധ്യസ്ഥം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സൗഖ്യത്തിലേക്ക് സമാശ്വാസത്തിലേക്ക് നയിക്കുന്നത് നിരന്തരം അനുഭവിക്കുന്നത് കാണുവാനാവും. ഭാരങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ കൂടുതൽ ശുഭകരമായി മുന്നോട്ട് പോകും വിധം അതിൻ്റെ ആദികൾ വ്യാകുലതകൾ അത് മുഴുവനും എടുത്തു മാറ്റുന്നത് ഉടമ്പടി ജീവിതത്തിൽ നിരന്തരം നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഈ രോഗസൗഖ്യത്തിലൂടെ ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നതും. ഉടമ്പടി നേർച്ചവസ്തുക്കൾ സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളെന്ന ഉറപ്പോടുകൂടി അത് വിശ്വാസ പ്രയോഗത്തിൽ നാം ഉപയോഗിക്കുമെങ്കിൽ അത് നമുക്ക് ദൈവശക്തിയായും ദൈവത്തിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധത്തിൻ്റെ കൃപയായും നമുക്കത് മാറുകയും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം എന്നിവ നിരന്തരം അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ അത് ദൈവാത്മാവിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ അമ്മയുടെ സംരക്ഷണയാൽ സമയ ചുരുക്കത്തിൽ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നേടുന്നതിനെ എടുത്തെടുത്ത് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സഹോദരിക്ക് ലഭിച്ച
അനുഗ്രഹിച്ച ഈ രോഗസൗഖ്യത്തിനും സമാശ്വാസത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്, ഉടമ്പടിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ ക്ഷണിച്ചത് 2023 ജൂലൈയിലാണ്. ഞാൻ ജോലി സംബന്ധമായ ആവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടിയിലേക്ക് വന്നതെങ്കിലും ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ഭൗതികമായ കാര്യങ്ങളല്ല, പ്രത്യുത പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരം പിടിച്ചുള്ള ഒരു ജീവിതയാത്രയാണ് ഉടമ്പടിയെന്ന്. അതിനുശേഷം എനിക്ക് ജോലിയിൽ കിട്ടിയ പ്രമോഷനും കാര്യങ്ങളും ഞാൻ ഇവിടെ ആദ്യം സാക്ഷ്യം പറയുകയുണ്ടായി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പരമായി എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ ഞാൻ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ എനിക്ക് ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ മാനേജ്മെൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ ഹൈക്കോ അല്ലെങ്കിൽ പ്രമോഷനോ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് രണ്ടും വേണം. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് പ്രമോഷന് ഹൈക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ എനിക്ക് 8ാം ക്ലാസ് മുതൽ കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷകാലമായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഉടമ്പടിയിലായതിനു ശേഷം ആ അസുഖം എനിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. ആ ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് കാല് പഴുത്ത് എനിക്ക് ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നടന്നിരുന്നത്. അതെനിക്ക് ഉടമ്പടിയിലായതിനു ശേഷം പൂർണ്ണമായും പരിശുദ്ധ അമ്മ ആ അസുഖം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ വർഷകാലത്ത് ചെളി അടിഞ്ഞുകൂടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉള്ള സമയത്ത് ഞാൻ കഴിഞ്ഞ പുതുക്കലിൽ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ച് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ നല്ലൊരു വഴി ഞങ്ങൾക്ക് നൽകണമെന്ന്. പരിശുദ്ധ അമ്മ കഴിഞ്ഞ ഉടമ്പടി 90 ദിവസം തീരുന്നതിന് മുന്നേ തന്നെ നല്ലൊരു കോൺക്രീറ്റ് റോഡ് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിൽ ഞങ്ങൾക്ക് വഴിയുടെ വീതി എന്ന് പറയുന്നത് 2.40 ആയിരുന്നു. അതിൽ ഞങ്ങൾക്കുള്ള വണ്ടി ഒരു 7 സീറ്ററിൻ്റെ വണ്ടിയാണുള്ളത്, ടാക്സി വണ്ടി. അപ്പോൾ അത് കയറി പോരുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2.40 എൽ ഷേപ്പിൽ കിടക്കുന്ന വഴിയിലൂടെ ഒരിക്കലും 7 സീറ്ററിൻ്റെ വണ്ടി കയറി പോകില്ല. പക്ഷേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ആ വഴിയിൽ ഒപ്പിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ എനിക്ക് 7 സീറ്ററിൻ്റെ ആ വണ്ടി കയറി പോകുന്ന രീതിയിലുള്ള വഴി ഞങ്ങൾക്ക് നൽകണമെന്ന്. അതിൻ്റെ ഫലമായി ആ ഓണർ വന്ന് ഞങ്ങളോട് വണ്ടി വളക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ പറയുകയും നല്ലൊരു വഴി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ നൽകുകയും ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം മെഡിക്കൽ കോളേജുകളിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുപോലെ പൊതിച്ചോറും അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ദശാംശം ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പിശുക്കിയാണ്. എനിക്ക് 5 പൈസ പൊട്ടിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം എനിക്കൊരു ബോധ്യമുണ്ടായി, എനിക്ക് കിട്ടുന്ന സാലറി അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അതിലൊരു പങ്ക് സഹായം ആവശ്യമുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മത്തായി 6:8. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. മിജി ബിജു എന്ന ഈ മകൾ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ പരിശുദ്ധമ്മ കരം പിടിച്ച് നടത്തുകയും ജീവിത വിഷയങ്ങൾ ശുഭകരമാക്കി പര്യവസാനിപ്പിക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് അസാധ്യമെന്ന് കരുതിയത് പോലും ചോദിക്കാതെ തന്നെ അമ്മയുടെ ഇടപെടലിൽ ആ ജീവിത വിഷയങ്ങൾ ഏറ്റവും ശാന്തമായി ഗുണകരമായി പരിഹരിച്ചതിൻ്റെ സാക്ഷികളാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഒരാൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു എന്നതിനർത്ഥം മെറിറ്റ് തീർന്നുവെന്നാണ്. നമ്മൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു രാജിവെക്കലിലൂടെ പിന്നീട് അവിടെ നമുക്ക് യാതൊരു മെറിറ്റുമില്ല. അവിടെ തന്നെ വീണ്ടും ശമ്പളം മികവോടുകൂടി ജോലിയിൽ തുടരുവാനുള്ള വഴി തുറക്കുക എന്നതാണ് ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നത്.
മകൾ രാജിക്കത്ത് കൊടുക്കുമ്പോഴും മകൾ എഴുതി വയ്ക്കുന്നത് അവിടെ തന്നെ തുടരുവാനുള്ള വഴി അമ്മ മാതാവ് പ്രശ്നങ്ങൾ പരിഹരിച്ച് തുറന്നു തരണം എന്നതായിരുന്നു. രാജിക്കത്ത് കൊടുത്ത് തൻ്റെ മെറിറ്റ് മുഴുവനും 0യും മൈനസും ആക്കിയ വ്യക്തിക്ക് പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ അവൾക്ക് ശമ്പള വർധനവും ജോലിയിൽ അല്പം കൂടി കയറ്റം നൽകിക്കൊണ്ട് അവിടെ തന്നെ സ്ഥിരപ്പെടുത്തി എന്നത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് മാനുഷികമായിട്ടല്ല, ദൈവികമായി ലഭിച്ച ഒരു അനുഗ്രഹമായി മകളതിനെ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് അത് പൊതുവായ ധാരണയിലുള്ളതാണ്. 2.40 മീറ്റർ വീതിയിലുള്ള റോഡ് എന്നത്. അവിടെയും പ്രത്യേകിച്ച് മെറിറ്റൊന്നുമില്ല. മെറിറ്റ് അവിടെ 0യാണ്. അവകാശപ്പെടുവാനും ചോദിക്കുവാനും നമുക്ക് യാതൊരു കാര്യവുമില്ല. കാരണം പൊതുവായിട്ടുള്ളതെന്തോ ന്യായമായിട്ടുള്ളതെന്തോ അതവിടെ എല്ലാവർക്കും വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മെറിറ്റ് 0 ദൈവസന്നിധിയിലാണ് പിന്നീട് നമുക്ക് ഇടപാടുള്ളത്. അതാണ് മകൾ പറയുന്നത്, ചോദിച്ചാൽ തരണമെന്നില്ല, അവകാശത്തിന് വരണമെന്നില്ല, എങ്കിലും അമ്മ മാതാവ് ഞങ്ങളുടെ ഈ റെൻ്റ് കാർ അത് അകത്തേക്ക് സുഗമമായി വരുന്ന വിധത്തിൽ ഈ വിഷയമൊന്ന് ഏറ്റെടുത്ത് പരിഹരിക്കണം. അത് ആളുകളോട് സംസാരിച്ച് വാദിച്ച് തർക്കിച്ച് നേടുന്നതിനപ്പുറം ദൈവകരങ്ങളിലേക്കൊരു വിഷയം വിട്ടുകൊടുക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി എന്തെന്ന് ഈശോയ്ക്കറിയാവുന്നത് കൊണ്ട്, അമ്മ കാണുന്നത് കൊണ്ട് കാനായിലെ കുറവിനെ തീർക്കുവാൻ വേണ്ടി ഇടപെട്ട് സഹായിച്ച അതേ മനസ്സ് നമ്മുടെ ജീവിത പ്രശ്നത്തിന്മേൽ അമ്മ ഇടപെടുകയും നമുക്കതൊരു വരുമാനത്തിൻ്റെ മാർഗമാണെന്നും നമുക്ക് ആ വാഹനം സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട കാര്യമുണ്ടെന്നും അതിന് വേണ്ടതെന്തോ അത് പരിഹരിച്ചു തരുവാൻ അമ്മ ഇടപെടുന്നതാണ് മകൾ പറയുന്നത്. ആരാണോ സ്ഥലത്തിൻ്റെ ഉടമസ്ഥര് അവർ വാഹനം സുഗമമായി കയറും വിധം ആ റോഡിൻ്റെ വീതി കൂട്ടിത്തരികയും അത് ആ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നാം വയ്ക്കുന്ന ഉടമ്പടി നിയോഗങ്ങൾ വ്യത്യസ്തമാണ്. അത് ചിലപ്പോൾ നമുക്ക് പോലും യാതൊരു തരത്തിലും മെറിറ്റില്ലാത്തതാണ്, നമ്മുടെ കണ്ണിൽ പോലും പരിഹാരമില്ലാത്തതാണ്. എങ്കിലും കണ്ണിൽ പരിഹാരമില്ലാത്ത വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉറച്ചു വിശ്വസിക്കണം, ചോദിക്കുന്നതിന് മുമ്പേ അവനത് അറിയുന്നുണ്ട്. നിനക്കിത് അത്യാവശ്യമാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിനത് ഗുണകരമാണെങ്കിൽ, നീ ചോദിക്കുന്നത് വിശുദ്ധിയോടുകൂടെയാണെങ്കിൽ ആ വിഷയത്തിന്മേൽ തീരുമാനമെടുത്ത് തരുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ട്, ഒരിക്കലും നിരസിക്കില്ല. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഗ്യാരൻറ്റി. ഉടമ്പടിയിൽ നമ്മൾ ദൈവാശ്രയത്വത്തോടെ ഉടമ്പടി വിശ്വസ്തയോടുകൂടിയാണ് ഒരു വിഷയം ഏൽപ്പിക്കുന്നതെങ്കിൽ അതിന് ലോകം കാണുന്ന പരിഹാരമല്ല, ദൈവത്തിന് മനസ്സൊരുക്കി മനസ്സാന്തരം കൊടുത്ത് ജീവിത വിഷയങ്ങളെ പരിഹരിക്കുവാനുള്ള വഴികളറിയാം. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. അതിൻ്റെ 2 സാക്ഷ്യങ്ങളാണ് മകൾ വാക്കുകളിലൂടെ പങ്കുവെച്ചത്. എൻ്റെ മെറിറ്റ് 0 ദൈവത്തിൻ്റെ ഗ്രേസ് 100% എനിക്ക് വേണ്ടി നിലകൊള്ളുവന്ന ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. ജിജോ എന്നാണ് ഞാൻ വരുന്നത്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇതിൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ഒരു തവണയാണ് ഞാൻ ആൾത്താരയിൽ പറഞ്ഞത്. ആദ്യത്തെ തവണ എനിക്ക് പറയാനായിട്ടൊരു സാഹചര്യം ലഭിച്ചില്ല. അപ്പോൾ ഞാൻ പറയാനായിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഭവനമില്ലായിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും മാതാവിനോട് പ്രാർത്ഥിച്ച് ഇരുന്നതിന് ഫലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാലറി വാങ്ങുന്ന ബാങ്കിൽ നിന്ന് ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് എനിക്കത് നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാനത് വീണ്ടും ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ യാതൊരുവിധ അക്കൗണ്ട് പോലും ഇല്ലാതിരുന്നൊരു ബാങ്കിൽ നിന്ന് എനിക്ക് വീടിന് ലോൺ അനുവദിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ശേഷം എൻ്റെ സിവിൽ സ്കോർ അവർ നോക്കിയതിന് ശേഷം എനിക്ക് എമൗണ്ട് വളരെ കുറവേ തരികയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷെ അവർ തരുന്ന ആ ഒരു എമൗണ്ടിന് എനിക്ക് വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളൊരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വീട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പ്രോപ്പർട്ടിയിൽ പോയി 4 അതിലും ഉടമ്പടി ഉപ്പ് സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലൊരു തുക തന്ന് അവർ ബാങ്കിൽ നിന്ന് എന്നെ സഹായിക്കുകയും നല്ലൊരു ഭവനം പണിയർന്ന് എനിക്കതുവരിൽ കയറുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്ത ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹാംഫുള്ളായിട്ടുള്ളൊരു കെമിക്കൽ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ
എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു സുഹൃത്തിൻ്റെ നിന്ന് കൈ വഴുതി അത് ബോട്ടിൽ താഴെ വീഴുകയും അത് ആ ഒരു ലിക്വിഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലിക്വിഡ് എൻ്റെ കണ്ണിലേക്ക് വീഴുകയും ചെയ്തു. ആ സമയം എനിക്ക് വളരെ പൊകിച്ചിലും വേദന അനുഭവിച്ചുവെങ്കിലും ഞാൻ ഉടനെ കണ്ണ് കഴുകിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയായിരുന്നു. ശേഷം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടികളുടെ ബോർഡോ അല്ലെങ്കിൽ ഒരു സാധനം എനിക്ക് കാണാനായിട്ട് പറ്റില്ല. പിറ്റേന്ന് ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർ പറഞ്ഞ് കണ്ണിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവരുടേതായ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ അത് കണ്ണട വെച്ചാൽ തന്നെ പരിപൂർണമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് റിക്കവർ ചെയ്ത് പിന്നീട് കണ്ണട വേണ്ടാത്തൊരു സാഹചര്യത്തിൽ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ കണ്ണട വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും പിന്നെ ഈ ഒരു പ്രായത്തിൽ നല്ലൊരു പ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് ഒരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് വളരെ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോഴേ ഈ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് നടക്കണ്ട. ഞാനിപ്പോൾ ഉടമ്പടി തൈലം ആ കണ്ണുകളിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അധികം വൈകാതെ തന്നെ ആ കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറിക്കിട്ടി. ഇപ്പം എനിക്ക് ഇതുവരെ ഞാൻ ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കണ്ണട വെക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ തുള്ളി വരുന്ന അല്ലെങ്കിൽ യാതൊരുവിധ മെഡിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. എനിക്ക് കണ്ണട പോലും ഒരു നിമിഷം പോലും വെക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ആ ഒരു ഉടമ്പടി തൈലം പുരട്ടി തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം തന്നതിനെ അനുഗ്രഹിച്ചു. ഇത്രയും ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2-3 കൊല്ലത്തിൽ കൂടുതലാണെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് ജപമാല ചൊല്ലുക എന്നുള്ളതിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് എന്താ പറയുക, അരമണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വന്നിരുന്ന സംഭവം തന്നെയായിരുന്നു. പള്ളിയിൽ പോകുമെങ്കിലും ജപമാല ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാരണന്മാർ ചെയ്യേണ്ട പരിപാടിയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലെ അമ്മമ്മയും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ഈ എന്താ പറയുക വീട്ടിൽ കാല് നീട്ടി വെച്ചിരുന്ന് ചെല്ലേണ്ട ആൾക്കാർ ചെയ്യേണ്ട പ്രാർത്ഥനയെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോഴും ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളായിപ്പോലും കൊന്ത ചെല്ലാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കൂടാതെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി തവണ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഫാദർ ഉടമ്പടി എടുത്തില്ലെങ്കിൽ പോലും പുള്ളിക്ക് വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ ഒരു ഇത്തിരി മടുപ്പുള്ള വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും പുള്ളി ഞാൻ ഈ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് പുള്ളി ഒരു താല്പര്യം എന്നോട് കാണിച്ചിരുന്നില്ല. പ്രാർത്ഥന ചെല്ലുമ്പോഴും പുള്ളി ഒരു എന്താ പറയുക ഇതൊരു ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കച്ചവടമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളി അവസാനം എന്നെ ഇതിന് ഉത്സാഹപ്പെടുത്തിയിരുന്ന ആൾ പിന്നെ പിറ്റത്തെ കൊല്ലം എൻ്റെ പ്രാർത്ഥന കണ്ട് എൻ്റെ കൂടെ ജപമാല റാലിക്ക് വന്ന് പുള്ളി ജപമാലയെല്ലാം തുടങ്ങി. അപ്പം ഞങ്ങളുടെ കൂടെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടിയിരുന്ന പത്രങ്ങൾ ആദ്യമേ കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഭയമായിരുന്നു. ആളുകൾ വല്ലതും പറയുമോ എന്നൊക്കെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇവിടെ ഗ്രാജുവലത് മാറി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാനിപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടെ കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഒരു നോട്ടീസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർ പറയുമെന്ന് വിചാരിച്ച് കൊടുത്ത് വേഗം മാറിയിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാം മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്തു തുടങ്ങി. മാത്രമല്ല ആദ്യകാലങ്ങളിൽ നമുക്ക് തന്നിരുന്ന പത്രങ്ങൾ മാത്രം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പലപ്പോഴും ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, വിശേഷവിധിയായി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് വൈപ്പിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വല്ലാറമ്പുഴ പള്ളി വളരെ അടുത്താണ് എനിക്ക്. അപ്പോൾ എങ്ങനെ വന്നാലും പള്ളിയിൽ ചെല്ലുമ്പോൾ ഏത് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലായാലും 2 കെട്ട് പത്രം ഉണ്ടാവും. ഞാനതെല്ലാം കൂടി എടുത്ത് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാർബറിനടുത്താണ്, ഹാർബറിലും മറ്റും കൊടുത്തു. ആദ്യമൊക്കെ ആരും തന്നെ വാങ്ങില്ലായിരുന്നു. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പലരും അക്രൈസ്തവർ പോലും നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചത് വാങ്ങാനായിട്ടൊക്കെ തുടങ്ങി. കൂടാതെ ഈ പലരും തന്നെ ആദ്യമേ തന്നെ മോശമായിട്ട് സംസാരിച്ചിരുന്ന പലരും വീണ്ടും കണ്ടപ്പോൾ അത് പേപ്പർ ചോദിച്ചു വാങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ. കൂടാതെ എന്നോട് ഇതുവരെ ഞാൻ പേപ്പർ കൊടുത്തതിൽ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചത് ഒരു ഓട്ടോ ഡ്രൈവർ പുള്ളി പറഞ്ഞത് മാതാവില്ല. പുള്ളി സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പുള്ളി പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. കർത്താവുണ്ട് പക്ഷേ മാതാവില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ സമയം ഞാനത് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി യാതൊരു രീതിയിലും എന്നോട്
സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല. പക്ഷേ ലാസ്റ്റ് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് മാതാവാണ് ആരോ എന്നോട് ഉള്ളിൽ നിന്ന് പറഞ്ഞു, മാതൃത്വം ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ക്രിസ്മസിനെ കുറിച്ചാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കില്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ക്രിസ്മസ് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായേ? പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഔസേപ്പിതം മാതാവും ബെത്ലഹേമിൽ പോയതും മാതാവ് പ്രസവിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ മാതാവിന് അത്രയും പുള്ളിക്ക് വിശ്വാസമില്ല. മാതാവ് പ്രസവിച്ച് യേശുവിനെ പ്രസവിച്ച് വരെ അവർ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് മാതാവിൽ വിശ്വാസമില്ല. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് പറഞ്ഞു. ലൂക്കായുടെ വിശുദ്ധലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണിത്. ഞാനത് പരിപൂർണമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ എന്നോട് മുന്നേ ആ ഓട്ടോയുടെ മുന്നിൽ കിടന്ന ഓട്ടോറിക്ഷ വെച്ചിരുന്ന പലരും അക്രൈസ്തവരായിരുന്നു. അവർ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി. പക്ഷേ പുള്ളി അത് വാങ്ങിയെന്നില്ല മാത്രമല്ല, ഇത്രയും നേരം എന്നോട് ഡിബേറ്റ് നടത്തുകയും ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വചനത്തിൽ പുള്ളി പെട്ടുപോയി. പുള്ളി മറ്റുള്ള അക്രൈസ്തവരായിട്ടുള്ളവർ വന്ന് പുള്ളിയോട് പറഞ്ഞു, അവർ ആ ചെക്കൻ പറഞ്ഞാൽ ശരിയല്ലേ, കാരണം ക്രിസ്മസ് ഇന്നതാണെന്ന് അല്ലെങ്കിൽ മാതാവ് പ്രസവിച്ചാണെന്ന് അക്രൈസ്തവർ വരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി വിശ്വസിക്കില്ല. ലാസ്റ്റ് പുള്ളി തോറ്റുപോയി. അവസാനം പുള്ളി എന്നെ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പുള്ളിക്ക് ഇത്ര നാൾ വിശ്വസിച്ചിരുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പുള്ളി മാറിപ്പോയി. മാതാവ് ഇല്ലെന്ന് പറഞ്ഞ ആൾ മാതാവുണ്ടെന്ന് പറയേണ്ടി വന്നു. ഇത്രയും സാധനം നന്ദിയാണ് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനം. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ജിജോ എന്ന ഈ സഹോദരൻ ഈ അൾത്താരയിൽ 2ാമത്തെ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. ഉടമ്പടിയുടെ തനത് സ്വഭാവമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ സ്വഭാവത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു 2 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. ഒരു ഭവനം എന്ന ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ മകൻ ഇന്ന് സിൽവർ ഗ്രേയിൽ എത്തി നിൽക്കുന്ന ഒരു ഉടമ്പടി ജീവിതക്കാരനാണ്. അദ്ദേഹത്തിന് തൻ്റെ സാലറിയുടെ അടിസ്ഥാനത്തിൽ സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുക്കാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ഒരു ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യാതൊരു ട്രാൻസാക്ഷനും ഇല്ലാതിരുന്ന ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ സാധിച്ചൊരു നല്ല ഭവനം പണി തീർക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈശോയെ അറിയിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നത്. ഈശോ നമുക്ക് ഒരു തീരുമാനങ്ങൾ നൽകുകയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ എല്ലാം ഈശോ ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ, ഉടമ്പടി മക്കളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കണ്ണിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണിലേക്കൊരു കെമിക്കൽ വീണതിനെ പ്രതി അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ണട വയ്ക്കേണ്ട ഒരു അസ്വസ്ഥതയിലേക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുവായ ഉടമ്പടി തൈലം പൂശി അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി ഡോക്ടറോട് സംസാരിക്കുവാനുള്ള ഒരു വലിയ മനോധൈര്യം അദ്ദേഹത്തിനുണ്ടായി. ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്കൊരു കോൺസ്റ്റൻറ്റ് യൂസിൻ്റെ കണ്ണട ആവശ്യം വരില്ല എന്ന് അദ്ദേഹത്തിന് വളരെ ബോധ്യത്തോടും വളരെ വിശ്വസ്തയോടും വിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഉടമ്പടിയിൽ ജീവിക്കുന്നതിൻ്റെ ഉറപ്പാണ്. കാരണം അദ്ദേഹം വിശേഷവിധിയായി സിൽവർ ഗ്രേയിലെത്തിയ മക്കൾ ഒരിക്കലും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാത്തവരാണ്. കാരണം സിൽവർ ഗ്രേയിലെത്തുമ്പോൾ അവർക്ക് ഇനി ഭൗതിക ആവശ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിനി ഈശോ മാത്രം മതി, എനിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം മാത്രം മതി എന്ന് എത്തുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ ഉടമ്പടിയിലെ സിൽവർ ഗ്രേ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മകനെ അങ്ങനെയൊരു കൃപയിലേക്ക് എത്താൻ പരിശുദ്ധ അമ്മ അനുവാദം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം വളരെ ശക്തമാണോ? ഈശോയിലുള്ള വിശ്വാസവും അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനവും അവിടുത്തെ കുറിച്ച് പങ്കുവയ്ക്കാനും ഉള്ള വലിയ കൃപയുമെല്ലാം ഒരു പരിശുദ്ധ അമ്മയെ വിശ്വസിക്കാത്ത മക്കൾക്ക് അത് ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള കൃപ, ഒരു വലിയ ജ്ഞാനം ഇന്ന് മകന് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങളോ തിയോളജിക്കൽ കാര്യങ്ങളോ പറയുമ്പോൾ നാം ഒരു പക്ഷേ സ്റ്റക്കായി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മോട് സംസാരിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഉത്തരം നൽകാൻ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേണ്ടത് എന്താണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. കാരണം പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത്
നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യൂദായിലും സമറിയായാലും ലോകം മുഴുവനിലും നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിരിക്കും. അതിനുള്ള ഒരു തീരുമാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് നമുക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമില്ല. കാരണം ഈശോ നമ്മോടുകൂടി വസിക്കുകയാണ്. പരിശുദ്ധ അമ്മ, സഞ്ചാരി മാതാവ്, നമുക്കുള്ള എല്ലാ സുഹൃതങ്ങളും ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരികയാണ്. ജിജോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കണ്ണ് സംബന്ധമായ കാഴ്ച കുറവുള്ളവരും സർജറിക്ക് വിധേയരാകുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനങ്ങളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനം നിർമ്മിക്കാൻ തടസ്സപ്പെട്ട് നിൽക്കുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ